ടോം ആൻഡ് ജെറി എല്ലാവരും കാണുന്നത് ഒരു സിമ്പിൾ കോമഡി കാർട്ടൂൺ ആയിട്ടാണ്. ടോം ആൻഡ് ജെറിയിൽ ടോം ജെറിയെ ചേസ് ചെയ്യും, വീട് ഫുൾ കെയോസ് ആവും, ഫർണിച്ചേഴ്സ് ബ്രേക്ക് ആവും, പിന്നെ എല്ലാം നെക്സ്റ്റ് സീനിൽ നോർമലായി റീസെറ്റ് ആവും. ബട്ട് ഒരു ഡാർക്ക് തിയറി ആംഗിളിൽ നോക്കിയാൽ ഇതൊരു കോമഡി അല്ല, ഒരു നെവർ എൻഡിങ് കൺട്രോൾഡ് വേൾഡ് ആണ്. ഈ വീട് ഒരു നോർമൽ വീടല്ല. ഓൾവേസ് സെയിം സ്ട്രക്ചേഴ്സ്, സെയിം റൂംസ്, സെയിം ഒബ്ജക്ട്സ്. എല്ലാം ഡാമേജ് ആയാലും വിത്തിൻ സെക്കൻഡ്സ് എല്ലാം പെർഫെക്റ്റ് ആയി റീസ്റ്റോർ ആവും. ഇതൊക്കെ നോക്കിയാൽ തോന്നും റിയാലിറ്റി തന്നെ ഒരു ഇൻവിസിബിൾ സിസ്റ്റം പോലെ ഓപ്പറേറ്റ് ചെയ്യുന്നുവെന്ന്. ഡാമേജ് നടക്കും, ബട്ട് കോൺസിക്വൻസ് ഇല്ലാത്ത പോലെ എല്ലാം ഇറേസ് ആവും. ഈ തിയറി പറയുന്നത് കുറച്ചൊക്കെ സത്യവുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. ടോം ഒരു നോർമൽ ക്യാറ്റ് അല്ല, അവൻ ഒരു അസൈൻഡ് പ്രൊട്ടക്റ്റർ ടൈപ്പ് എൻറ്റിറ്റി പോലെയാണ്. അവൻ്റെ പർപ്പസ് ജെറിയെ ക്യാച്ച് ചെയ്യുക ആണ്. ബട്ട് സ്ട്രേഞ്ചർ തിങ് ഈസ്, അവൻ നെവർ പെർമനൻ്റ്ലി സക്സീഡ് ചെയ്യുന്നില്ല. ഓൾവേസ് ലാസ്റ്റ് സെക്കൻഡിൽ ഫെയിലിയർ, ഓൾവേസ് ടൈമിംഗ് മിസ്മാച്ച്, ഓൾവേസ് സംതിങ് അൺഎക്സ്പ്ലെയിൻഡ് ഇറപ്ഷൻ. ലൈക്ക് അവൻ്റെ സക്സസ് അലോ ചെയ്യുന്നില്ല എന്ന പോലെ. ജെറി ഓൾസോ നോർമൽ മൗസ് അല്ല, അവനും ഇൻ്റലിജൻ്റ് ആണ്, നല്ല അവെയർ ആണ്, നല്ല പെർഫെക്റ്റ്ലി അഡാപ്റ്റഡ് ആണ്. അവൻ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യുന്നു ടോമിൻ്റെ എവരി മൂവ്. ബട്ട് സ്റ്റിൽ അവൻ കംപ്ലീറ്റ്ലി എസ്കേപ്പ് ആവുന്നില്ല. ലൈക്ക് അവനും ഒരു ബൗണ്ടറിയിൽ ട്രാപ്ഡ് ആണ്. എസ്കേപ്പ് പോസിബിൾ ആയി തോന്നും, ബട്ട് നെവർ പെർമനൻറ്റ്. ഈ തിയറിയിൽ ബിഗ്ഗസ്റ്റ് ഹിഡൻ ക്യാരക്ടറാണ് മെയ്ഡ് ഓർ ദ ഹൗസ് കീപ്പർ. ഈ ക്യാരക്ടറിനെ നമ്മൾ പലവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കാത്ത ഒരു ക്യാരക്ടറാണ് ഇവർ. ബോഡി മാത്രം കാണിച്ചുകൊണ്ടാണ് ഈ ക്യാരക്ടറിനെ ഈ ഷോ മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. അവളാണ് ആക്ച്വൽ കൺട്രോൾ പോയിന്റ്. അവൾ വരുമ്പോൾ എല്ലാം റീസെറ്റ് ആവും, ബ്രോക്കൺ ഫർണിച്ചർ ബാക്ക് നോർമൽ ആവും, ഡാമേജ് എല്ലാം കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവും, വാൾസ്, ഒബ്ജക്ട്സ്, ഈവൻ എൻവിറോൺമെന്റ് സെയിം പാറ്റേണിൽ റീസെറ്റ് ആവും. ഇവിടെയും ഒരു ട്രേസ് ഓഫ് പ്രീവിയസ് ഫൈറ്റ് റിമൈനിങ് ഇല്ല. ബട്ട് അവൾക്ക് ഒരിക്കലും സർപ്രൈസ്ഡ് ആവില്ല. അവൾക്കെല്ലാം ഓൾറെഡി എക്സ്പെക്റ്റഡ് റുട്ടീൻ പോലെയാണ്. ലൈക്ക് ഇത് അവൻ്റെ ജോബ് അല്ല, ഇത് അവൻ്റെ സിസ്റ്റം ഡ്യൂട്ടിയാണ്. ഡാർക്ക് ഐഡിയ ഇവിടെയാണ്. ടോം ആൻഡ് ജെറി ഫൈറ്റ് ചെയ്യുന്നതല്ല മെയിൻ സ്റ്റോറി. അവർ ഒരു കൺട്രോൾഡ് റെപ്യൂട്ടേഷൻ സിസ്റ്റത്തിൽ ട്രാപ്ഡ് ആയ ടു ഒബ്ജക്ട്സ് ആണ്. അവരുടെ പർപ്പസ് ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ബിക്കോസ് ദാറ്റ് ഫൈറ്റ് ഇറ്റ് സെൽഫ് ഈസ് വാട്ട് കീപ്സ് ദ സിസ്റ്റം ആക്റ്റീവ്. മെയ്ഡ് ആണ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവൾ അലോ ചെയ്യുന്നു കെയോസ് ഡെവലപ്പ് ആവാൻ, പിന്നെ എക്സാക്ട്ലി സെയിം ടൈമിൽ റീസെറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഇഫ് ടോം എവർ ക്യാച്ചസ് ജെറി പെർമനൻ്റ്ലി ഓർ ജെറി ഫുള്ളി എസ്കേപ്പ് ചെയ്താൽ ഈ ലൂപ്പ് ബ്രേക്ക് ആവും. അതാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യുന്നത്. മെയ്ഡാണ് ഈ കാർട്ടൂണിന് തന്നെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. സോ അവരുടെ ഫൈറ്റ് റാൻഡം അല്ല, ഇറ്റ് ഈസ് സ്ട്രക്ചേർഡ് റെപ്പറ്റീഷൻ. ഈവൻ ദെയർ ആക്സിഡൻസ് ഫീൽ ലൈക്ക് ഷെഡ്യൂൾഡ് ഇവൻറ്റ്. അവർക്ക് ഓരോ നമുക്കുണ്ടാവുന്ന ഇൻസിഡൻസ് പോലും അത് ഷെഡ്യൂൾ ചെയ്ത് ഇപ്പം നടക്കണം എന്ന രീതിയിൽ മെയ്ഡ് വച്ചിരിക്കുന്ന പോലെയാണ് കഥ പോകുന്നത്. ഈവൻ മോർ ഡിസ്റ്റർബിംഗ് പാർട്ടീസ്, സംടൈംസ് ടോമും ജെറിയും സെയിം മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യുന്നു, എക്സാക്ട് സെയിം വേയിൽ. ലൈക്ക് അവരുടെ മെമ്മറി റീസെറ്റ് ആയിരിക്കുന്നു എന്ന പോലെ. സെയിം ട്രാപ്പ്, സെയിം ചേസ്, സെയിം ഫെയിലിയർ അഗെയിൻ ആൻഡ് അഗെയിൻ വിത്തൗട്ട് എനി അവെയർനെസ് ഓഫ് റെപ്പിറ്റേഷൻ. ദാറ്റ് മീൻസ് അവർ റിയൽ ഫ്രീഡമിലല്ല, അവർ ഡിസിഷൻ ഓട്ടോണമി ഇല്ലാത്ത ലൂപ്പിലാണ്. അവരുടെ എക്സിസ്റ്റൻസ് ഇറ്റ് സെൽഫ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വേണ്ടി ഡിസൈൻ ചെയ്ത പോലെയാണ്. ഫൈനൽ ഡാർക്ക് എക്സ്പ്ലനേഷൻ എന്താണെന്നാൽ ടോം ആൻഡ് ജെറി എനിമീസ് അല്ല, അവർ ഒരു ഹൗസിൽ കൺട്രോൾ കെയോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്റ്റക്കായ രണ്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടർ ആയിട്ടാണ് കഥ പോകുന്നത്. ആൻഡ് എവറി ടൈം ദ ഹൗസ് ബ്രേക്സ്, someone silently resets everything. So the loop never remembers its own ending. അതായത് ഈ ടോം ആൻഡ് ജെറി തന്നെ കൺട്രോൾ ചെയ്യുന്നത് മെയ്ഡ് ആണെന്നാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് തിയറി തരുന്ന ഉത്തരം. ഇതൊരു ഫാൻ തിയറി ആണ്. ആൻഡ് ഈ തിയറി വായിക്കുമ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഹെഡ് കാണിക്കാണ്ട് ആ ക്യാരക്ടറിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ആ ക്യാരക്ടർ വീട്ടിൽ ജോലി കഴിഞ്ഞെത്തുമ്പോഴൊക്കെ അവരുടെ ഫൈറ്റും കെയോസസും എല്ലാം ഫർണിച്ചേഴ്സ് ബ്രേക്ക് ആയതെല്ലാം പഴയ പോലെ ആകും. ഇതിലൂടെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്രയും നാൾ കണ്ട കാർട്ടൂണിൻ്റെ ഉള്ളടക്കം എക്സ്ട്രീംലി ആൻഡ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് വ്യക്തമാക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഞാൻ വരുന്നവരെ ഇറ്റ്സ് മീ മല്ലു മിസ്റ്ററീസ് സൈനിങ് ഔട്ട്.